എൻ്റെ റൂമിൽ ഈ ഒരു സ്പേസ് അത്യാവശ്യം അലങ്കോലമായിട്ടാണ് കിടക്കണേ. അപ്പോൾ അൽക്കുലത്തെ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ ഏകദേശം ഇതുപോലെയൊക്കെയുള്ള ഒരു ഓർഗനൈസർ ഉണ്ടാക്കിയാലോ. അപ്പോൾ അതിന് ആദ്യം ഇതുപോലെ എന്തെങ്കിലും സോഫ്റ്റ് മെറ്റീരിയൽ വേണം. ഇതുപോലെ പഴയ ഷർട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത് മതി. പിന്നെ ഒരു കാർഡ്ബോർഡ് ബോക്സും. ഇത്ര വലുതല്ല, എൻ്റെ ചെറുതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിത് മുറിച്ചൊരു ബോക്സ് ആക്കാൻ വിചാരിച്ചു. ചെറിയ ബോക്സ് ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലെ വലിയ കാർഡ്ബോർഡ് മുറിച്ചിട്ട് ഇതുപോലെ ചെറിയൊരു ബോക്സ് ഉണ്ടാക്കിയാൽ എന്നിട്ട് ആ ബോക്സിൻ്റെ ഓരോ സൈഡിൻ്റെ അളവും വെച്ചിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ആ ഒരു ഡിസൈൻ ഫ്രണ്ടിൽ ഇട്ടാൻ വേണ്ടിയിട്ട് അത് കട്ട് ചെയ്യും. ഞാൻ ബോക്സിൻ്റെ ഉള്ളിൽ വേറെ കളറാണ് കൊടുക്കുന്നത്. ബോക്സിന്റെ ഓരോ സൈഡും ഇതുപോലെ ഓരോ പീസാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ അടിയത്തെ ഭാഗവും രണ്ട് സൈഡത്തെ ഭാഗവും ആദ്യം സ്റ്റിച്ച് ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഗ്ലൂ ചെയ്താലും മതി. എന്നിട്ട് ബാക്കിയുള്ള രണ്ട് സൈഡും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പുറത്ത് വെക്കാനുള്ള മെറ്റീരിയലും ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. മുറിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് സ്റ്റിച്ച് ചെയ്യാനും ഗ്ലൂ ചെയ്യാനുള്ള ഭാഗം കുറച്ച് വിട്ടിട്ട് വേണം എല്ലാ പീസും കട്ട് ചെയ്ത് രണ്ട് ഭാഗവും ഇതുപോലെ ബോക്സിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുക. ഇതുപോലെ രണ്ട് ഭാഗം ഒന്നിച്ച് വെച്ചിട്ട് കാണാത്ത രീതിയിലൊന്ന് മൊത്തത്തിൽ സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ പ്രിന്റ് ഒന്നും ഇല്ലെങ്കിൽ ഒന്ന് ക്യൂട്ടാകാൻ വേണ്ടിയിട്ട് ഒരു ചെവിയൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. അതിന് ഇതുപോലെ നീളത്തിലൊരു പീസ് മുറിച്ചിട്ട് അത് രണ്ടാക്കി മടക്കിയിട്ട് ഇതുപോലെ ഒരു ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തിട്ട് റോങ് സൈഡിലുമാണ് ഇതുപോലെ ചെയ്യാൻ. അത് സ്റ്റിച്ച് ചെയ്തിട്ട് ഇതുപോലെ മറിച്ചിട്ട് ചെവിക്ക് ഒരു ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കാർഡ്ബോർഡൊക്കെ ഉള്ളിലേക്ക് കയറ്റി കൊടുക്കും. ഉള്ളിലത്തെ മെറ്റീരിയൽ ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഓരോ കോർണറും സ്റ്റിച്ച് ചെയ്യുക. ഗ്ലൂ ചെയ്തെടുത്താലും മതി. ഗ്ലൂ ഗൺ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാണ് ചെയ്തത്. ചൂടി ഒന്ന് സ്റ്റഡി ആയിട്ട് നിൽക്കാൻ വേണമെങ്കിൽ താഴത്തെ അളവിൽ ഒരു കാർഡ്ബോർഡ് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ചെയ്തിട്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. ഈ പ്രിന്റ് ഇല്ലാതെയാണ് എനിക്ക് കുറച്ചുകൂടി ഇഷ്ടമായത്, പക്ഷേ രസമുണ്ട് കാണാൻ. അപ്പോൾ ഫൈനൽ ലുക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.